വസല്ലമയെ പുരോഹിതന് പരിചയപ്പെടുത്തിയപ്പോൾ ബഹീറയ്ക്ക് ആ ബാലനിൽ വളരെ ആകർഷണം തോന്നി. അദ്ദേഹം അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഈ ബാലനെ കൊണ്ട് മടങ്ങിച്ചെല്ലുക. ജൂതന്മാരുടെ വിദ്വേഷത്തിൽ നിന്ന് ഇവനെ സംരക്ഷിക്കുക. മഹത്തായ ഒരു ജീവിതം താങ്കളുടെ അനന്തരവനിൽ കാണുന്നു. ആ പുരോഹിതൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അബൂ ത്വാലിബിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ അനന്തരവൻ വെറും ഒരു സാധാരണ കുട്ടിയായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് മടങ്ങിയെത്തി. ഈ യാത്രയ്ക്ക് ശേഷം പ്രവാചകന്റെ ജീവിതത്തിൽ വളരെ കാലം പ്രത്യേകമായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എല്ലാ ആളുകളും അദ്ദേഹത്തിന് വലിയ ജ്ഞാനവും നല്ല പെരുമാറ്റവും ധാർമ്മികതകളും ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. അത് മക്കയിലെ ജനങ്ങളിൽ അപൂർവമായിരുന്നു. അദ്ദേഹത്തിന്റെ സൽസ്വഭാവം കൊണ്ടും അറിവുകൊണ്ടും അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരും അദ്ദേഹത്തെ സത്യവിശ്വാസി എന്നർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിലെ ജോലി ചെയ്യേണ്ടതായി വന്നു. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രവാചകൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു.